അള്ളാഹുവിൻ്റെ റസൂൽ അന്ത്യവിഷം കൊള്ളുന്ന സ്ഥലം ഇപ്പോഴും മണലിലാണ്. അത് കെട്ടിപ്പൊക്കപ്പെട്ടിട്ടില്ല, ഖബറടക്കിയതുപോലെയാണ്. അതിൻ്റെ പരിസരം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് റസൂലുള്ളാഹി അന്ത്യവിഷം കൊള്ളുന്നത്. ആയിഷാൻ്റെ വീട്ടിൽ സ്ഥലമില്ലാത്തത് കാരണത്താൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷാൻ്റെ അറയുടെ ബാക്ക് സൈഡിലാണ് ഖബറടക്കിയത്. എന്നാൽ ഉമറുൽ ഖത്താബിനെ എവിടെ ഖബറടക്കി എന്നതിൽ ഇന്ന് വരെ ചർച്ചയുണ്ട്. കാരണം ഈ 3 ഖബറുകൾ വലയം ചെയ്യുന്ന സ്ഥലത്തെ വൻമതിൽ കൊണ്ട് ഈ 3 ഖബറുകൾ ഖബറടക്കപ്പെട്ട സ്ഥലത്തെ വലയം ചെയ്തുകൊണ്ട് വലിയ വൻമതിലുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബർ ബേക്കലാണെന്ന് പറയുന്നവർ തന്നെ ഉമറിൻ്റെത് ബേക്കലാവാൻ സാധ്യതയില്ല എന്ന് ചർച്ച. നാഫി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ശരിയല്ല, ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബൂബക്കറിൻ്റെ ഹദീസാണ് സഹീഹ് എന്ന അഭിപ്രായത്തിൽ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. കാരണം ഒരവസരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം കഴിഞ്ഞു, അബൂബക്കറിൻ്റെ കാലഘട്ടം കഴിഞ്ഞു. ഉമറിനെ അവിടെ ഖബറടക്കിയിട്ട് ഏകദേശം 60ഓളം വർഷം കഴിഞ്ഞ ശേഷം അവിടെ മതിൽക്കെട്ടിൻ്റെ ഭാഗത്ത് ഒരു കാല് പ്രകടമായി. മതിൽക്കെട്ടിൻ്റെ ഭാഗത്ത് കാല് പ്രകടമാകുമ്പോൾ റസൂലുള്ള കിടക്കുന്ന അതിൻ്റെ നേരെ തൊട്ടിട്ട് തന്നെ ബാക്ക് സൈഡിലല്ലാതെ തന്നെ കിടക്കണം ആ വ്യക്തി, ഇല്ലെങ്കിൽ ആ കാല് എങ്ങനെയാണ് അവിടെ വരിക എന്നതുകൊണ്ടാണ് ചർച്ച വരാൻ കാരണം. നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചർച്ചയ്ക്ക് വിധേയമായ ഹദീസല്ല. ഇപ്പോൾ ഞാൻ പറയുന്നത് ബുഖാരിയിലുള്ള ഹദീസാണ്. ഏത്? കാല് കണ്ട വാർത്ത. ഈ കാല് കാണുന്നത് ഉമർ ഷഹീദായിട്ട് 60ഓളം വർഷം കഴിഞ്ഞ ശേഷമാണ്. അപ്പോൾ അവരുടെ ഇടയിൽ ചർച്ച വന്നത് ഈ കാല് റസൂലിൻ്റെതാകുമോ എന്ന് ചർച്ച വരാൻ കാരണം, ആ ചർച്ച അവിടെയുണ്ട്. എങ്ങനെയാണ് ചർച്ച വരാൻ കാരണം? അത് ആ ലൈനിലായതുകൊണ്ടാണ്. ഏത് ലൈന്? റസൂൽ കിടക്കുന്ന ലൈനിൽ മതിൽക്കെട്ടിൻ്റെ ഭാഗത്ത് കാല് കണ്ടതാണ്. അതുകൊണ്ടാണ് ചർച്ച വന്നത്. മനസ്സിലായില്ലേ? പക്ഷേ ആ ചർച്ച തീർക്കാൻ അവിടെ ഉർവത്ത് ഇബ്നു സുബൈറിനെ കിട്ടി. ഉർവത്ത് ഇബ്നു സുബൈർ ഇവരുടെ എല്ലാം കാല് കണ്ട് പരിചയമുള്ള ആളാണ്. ഈ മൂന്നാളുടെയും കാല് കണ്ട് പരിചയമുള്ള ആളാണ്. കാരണം സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് കിട്ടിയതായ സുബൈർ ഇബ്നുൽ അവാമിനെ കേട്ടിട്ടുണ്ടല്ലോ. സുബൈർ ഇബ്നു അവാമിനെ കേട്ടിട്ടില്ലേ? സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്നിട്ട് കിട്ടിയതായ 10 ആളെ പേര് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, തൽഹ, സഅദ്, സഈദ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, അബൂ ഉബൈദത്തുൽ ജറാഹ്, സുബൈർ ഇബ്നു അവാം. ഇതാണ് സുബൈർ. ഈ സുബൈറിൻ്റെ മകനാണ് ഈ പറഞ്ഞ ആള്. ഇയാള് സഹബാക്കളെ കണ്ടാളാണ്, റസൂലിനെ കണ്ടിട്ടില്ല. സോറി, അപ്പോൾ 3 ആളെയല്ല, 2 ആളുടെ കാല് കണ്ട് പരിചയമുണ്ട്. 2 ആളുടെ കാല് കണ്ട് പരിചയമുണ്ട്, റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. ആര്? ഈ ഉർവത്ത് ഇബ്നു സുബൈർ. ഉർവത്ത് ഇബ്നു സുബൈറിനെ കൊണ്ടുവരപ്പെട്ടു. ഉർവത്ത് ഇബ്നു സുബൈർ നോക്കിയിട്ട് പറഞ്ഞു, വല്ലാഹി അള്ളാഹിനെ തന്നെയാണ് ആ സത്യം, ഈ കാല് ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലാണെന്ന് അദ്ദേഹം സത്യവചനം ചെയ്തു. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ കാലാണ് എന്ന്. അപ്പോൾ അദ്ദേഹം ഷഹീദായിട്ട് മരിച്ചാണ്. ശ്രോതാക്കളുടെ ജഡവും ശരീരവും ഒരു പക്ഷേ മണ്ണ് തിന്നുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് അതുവരെ ശേഷിച്ചതെന്ന് മനസ്സിലാക്കാം. നമുക്ക് നബിമാരെക്കുറിച്ച് നാം പഠിച്ചതാണ്. നബിമാരുടെ ശരീരം എന്ത് ചെയ്യില്ല? മണ്ണ് തിന്നൂല. നബിമാരുടെ ശരീരം മണ്ണ് തിന്നില്ല. ശുഹദാക്കളെക്കുറിച്ച് മൊത്തത്തിൽ നമുക്ക് വിധി പറയാൻ പറ്റില്ല. കണ്ടവരെ കുറിച്ച് പറയാം. ഏത്? ശുഹദാക്കളെക്കുറിച്ച് അവരുടെ അവരുടെ ജഡം ചേഞ്ച് ആവാതെ കണ്ടാൽ പറയാം. എന്നല്ലാതെ എല്ലാ ശുഹദാക്കളുടെയും ജഡം മണ്ണ് തിന്നൂല എന്ന് നമ്മൾക്ക് പറയാൻ നമ്മുടെ കൂടെ എന്തില്ല? തെളിവില്ല. തെളിവില്ല. കാരണം ഈ മണ്ണ് തിന്നാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഈ പള്ളയിലേക്ക് ഹറാമ് കടന്നാൽ നമ്മുടെ ശരീരം പോലത്ത, അള്ളാഹ് കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ ശരീരം പോലത്ത ഹറാമ് കടന്ന ശരീരം ഉണ്ടല്ലോ, അതെല്ലാം മണ്ണ് തിന്നു. ഈ ഹറാമ് പള്ളയിൽ കടന്ന ശരീരമൊക്കെ മണ്ണെന്ത് ചെയ്യും? തിന്നു. മനസ്സിലല്ലേ? തട്ടിപ്പ്, വെട്ടിപ്പ്, വഞ്ചന, വശീകരണം, കളവ്, കള്ളസാക്ഷി, കള്ളസത്യം, ഇങ്ങനെയൊക്കെ കഫീലിനെ കക്കൽ. ഇവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കഫീലിനല്ല, പാർട്ട്ണറിനെ കക്കാണ്. കഫീൽ എന്ത്? കളവോട് കളി, എവിടെയും കളവ്. നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാറില്ലേ? വലിയ വലിയ പ്രോജക്റ്റൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ പ്രോജക്റ്റ് എടുത്തിട്ട് 1 ലക്ഷത്തിൻ്റെ പണിയെടുത്തിട്ട് 9 ലക്ഷം പോക്കറ്റ് ഇടും. അതുപോലെ എവിടെയും കളവ്, എവിടെയും വഞ്ചന, എവിടെയും വശീകരണങ്ങൾ, അല്ലേ? അപ്പോൾ ഹറാമിൻ്റെ സ്വത്ത് പള്ളയിലേക്ക് എത്തിയാൽ അവൻ്റെ ശരീരം മണ്ണ് തിന്നൽ നിർബന്ധമാണ്. പിന്നെ ശുഹദാക്കളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ശുഹദാക്കൾ ഷഹീദായി മരിക്കുന്ന വേളയിൽ റസൂലുള്ളാഹി പറയുകയാണ്, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഷഹീദാകുന്നതെങ്കിൽ ആദ്യത്തെ ചോര അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ സർവ്വപാപവും അള്ളാഹു പൊറുക്കുമെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്തൊഴിച്ച്? കടമൊഴിച്ച്.
കടം അവകാശികൾക്കുള്ളതാണത്, അള്ളാഹ്ക്കുള്ളതല്ല. അവകാശികൾക്ക് കൊടുത്തിട്ടാണ് പിന്നെ അള്ളാഹിനോട് തൗബ ചെയ്യേണ്ടത്. സൂക്ഷിക്കുക കേട്ടാ, കടത്തിൻ്റെ കാര്യം സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ, അബൂബക്കറിൻ്റെ ഖബർ, ഉമറിൻ്റെ ഖബർ, ഈ ഖബറുകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ. അപ്പോൾ നാം എന്ത് പഠിച്ചു? ആ 3 ഖബറുകളും ഇപ്പോൾ മണലിൽ തന്നെ ഖബറടക്കിയതുപോലെയാണ്. നിങ്ങൾ ബഖീ എന്ന ഖബർസ്ഥാനം കണ്ടില്ലേ? അവിടെ 10,000-ഓളം സഹാബാക്കളുടെ ഖബറുണ്ട്. ഇവിടെയൊക്കെ കുറേ പുസ്തകങ്ങളൊക്കെ കിട്ടും. ഇന്നാളെ ഖബർ ഇന്ന സ്ഥലത്ത്, ഇന്നാളെ ഖബർ ഇന്ന സ്ഥലത്ത്, ഇന്നാളെ ഖബർ ഇന്ന സ്ഥലത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ? അത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? 1400 കൊല്ലം മുമ്പാണ് സംഭവം. ആരെ ഖബർ എവിടെയെന്ന് ഉറപ്പിച്ച് പറയാൻ നമ്മളെ കൂടെ സാധിക്കൂല. ഇങ്ങനെ ജീലൻ അഞ്ചീലായിട്ട് തലമുറ പറഞ്ഞ് വരുന്ന പറച്ചലാണത്. അതിൽ ചിലത് തെറ്റായ ഭാഗമുണ്ട്. അതിനെന്താ തെളിവ്? നിങ്ങൾ നോക്കൂ, പുസ്തകങ്ങളിൽ എഴുതിയ കൂട്ടതനുസരിച്ചിട്ട് ഇവിടെ ഇംഗ്ലീഷ് പുസ്തകത്തിൽ, അറബി പുസ്തകങ്ങളൊക്കെ ഇവിടെ കാണാം. എന്ത്? ബഖീൽ ഇങ്ങനെ കടന്ന് കുറച്ച് മുമ്പോട്ട് പോയി, കുറച്ച് മുമ്പോട്ട് അപ്പുറത്തി ഇത് ഉസ്മാൻ്റെ ഖബറാണെന്ന് പറയപ്പെടുന്നുണ്ട് ഒരു സ്ഥലത്തെക്കുറിച്ച് അല്ലേ? ഖബറിൻ്റെ ഫോട്ടോ വരെ പുസ്തകത്തിലുണ്ട്. ഉസ്മാൻ കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ടെത്തുമ്പോൾ അവിടെ കിടക്കുന്ന ഖബർ ഹലീമത്ത് സഅദിയൻ്റെ ഖബറാണെന്ന് എഴുതിയിട്ടുണ്ട്. ഹലീമത്ത് സഅദിയൻ്റെ ഖബർ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ പുസ്തകത്തിൽ. ഫോട്ടോ വരെയുണ്ട്. പട്ടണത്തിൽ വിൽക്കുന്ന പുസ്തകങ്ങൾ അറബിയിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്, ഉറുദുവിലുണ്ട്, ലോകഭാഷകളിലുണ്ട്. പലരും എഴുതി വിടുന്നതാണ്. എന്നാൽ ചരിത്രത്തിൽ ഹലീമ മദീനയിലേക്ക് വന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇവിടെ ഖബർ വന്നത്? ഹലീമ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് മുല കൊടുത്ത ആളാണ്. അവരുടെ നാട് യമൻ ഭാഗത്താണ്, വാഹ ആ ഭാഗത്താണ്, അല്ലെങ്കിൽ തായിഫ് ആ ഭാഗത്താണ്. മനസ്സിലായില്ലേ? അവർ യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിൻ്റെ മുലകൂടി ബന്ധത്തിൽ പെങ്ങളായ ഷെയ്മ എന്ന് പറയുന്ന ഒരു പെങ്ങളാണ് മുസ്ലിമത്തായിട്ട് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. ഷെയ്മയും മദീനയിലേക്ക് വന്നിട്ടില്ല. മക്കയിലൂടെ റസൂലുള്ളാഹി അവിടെ യുദ്ധത്തിന് പോയപ്പോൾ യമൻ ഭാഗത്ത് അഥവാ തായിഫ് ഭാഗത്ത് കണ്ടപ്പോൾ അവർക്ക് വിരിപ്പിട്ട് കൊടുത്ത് അവരെ ഇരുന്നു, ആദരിച്ചു, ബഹുമാനിച്ചു. ഈ ബനി സഅദ് ഗോത്രക്കാരെയും ഇരുത്തി ആദരിച്ചു, ബഹുമാനിച്ചു എന്നൊക്കെ ചരിത്രത്തിൽ കാണുന്നുണ്ട്. പക്ഷേ ഹലീമത്ത് സഅദിയ മദീനയിലേക്ക് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല, ചരിത്രഗ്രന്ഥത്തിലില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ ഖബർ വന്നത്? അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. എന്ത്? ചരിത്രത്തിൽ 100% ഉറപ്പ് പറയാൻ പറ്റുന്നതല്ല ഏത് ഖബർ ആരുടെയെന്ന്. അതേ സമയത്ത് അവിടെ 10,000 സഹാബാക്കളുടെ ഖബർ അവിടെ ഉണ്ട്. ചുരുങ്ങിയാൽ എത്ര? 10,000 സഹാബാക്കളുടെ ഖബർ ആ ഖബർസ്ഥാനത്തിൽ ഉണ്ട്. നബിയെ കണ്ട 10,000-ഓളം. അതിൽ പ്രധാനപ്പെട്ട വ്യക്തി ഇപ്പോൾ ബഖീന്റെ കത്തായി മാറിയതായ ഭാഗം അതിലുള്ളതാണ്. ആര് പ്രധാനപ്പെട്ട വ്യക്തി? ആരാണ്? ആരാ പറഞ്ഞേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആ ഖബറിൽ ഖബറടക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. 4 ഖലീഫമാരിൽ ഒരാൾ. റസൂലുള്ളാഹിന്റെ 2 പെൺകുട്ടികളെ കല്യാണം കഴിച്ച വ്യക്തി. മലക്കുകൾ കണ്ടാൽ ലജ്ജിക്കുമെന്ന് റസൂൽ പറഞ്ഞതായ വ്യക്തി, റസൂൽ സർട്ടിഫിക്കറ്റ് നൽകിയതായ വ്യക്തി, സ്വർഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ലഭിച്ചതായ വ്യക്തി. ആദ്യമായിട്ട് മസ്ജിദുൽ ഹറാമിൻ്റെ പരിസരത്തുള്ള വീടുകളെയെല്ലാം തകർത്തി ആ വീട്ടുകാർക്കെല്ലാം കാശ് കൊടുത്തിട്ട് അത് മസ്ജിദുൽ ഹറാമാക്കി മാറ്റിയതായ കോടീശ്വരൻ. ആദ്യമായിട്ട് മദീനത്തെ പള്ളിയുടെ പരിസരത്തുള്ളതായ വീടുകളെയെല്ലാം തകർത്തി ആ വീടുകളെയെല്ലാം തകർത്തിയിട്ട് തെക്ക് ഭാഗത്തുള്ള വീടുകളുടെ ഭാഗത്ത് റസൂലുള്ളാഹിന്റെ പള്ളിയെ വികസിപ്പിച്ചതായ കോടീശ്വരൻ. അതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദിന്നുറൈൻ റളിയല്ലാഹു തആല അൻഹു. അതെ, അപ്പോൾ അതുപോലെ തന്നെ റസൂലുള്ളാഹിന്റെ മകൾ ഫാത്തിമയുടെ ഖബറും അവിടെ തന്നെയാണ്. ഹസന്റെ ഖബറും അവിടെയാണ്. ഒരഭിപ്രായത്തിൽ ഹുസൈൻ്റെയും. യഥാർത്ഥത്തിൽ ഹുസൈനെ കൊല്ലപ്പെട്ടത് കർബലയിൽ വെച്ചിട്ടാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ തലയെ എവിടേക്ക് കൊണ്ടുപോയി എന്നതിൽ ചർച്ചയാണ്. ഞാൻ തന്നെ അറബ് രാഷ്ട്രവും സന്ദർശിച്ചതായ കാലഘട്ടത്തിൽ ഒരു തല എവിടെയാണ്? കർബലയിൽ. മറ്റൊരു തല എവിടെയാണ്? ഡമസ്കസിൽ. പിന്നെ മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിൽ ഒരു തലയുണ്ട് എന്ന് മദീനക്കാരുടെ മദീന ചരിത്ര ഗ്രന്ഥങ്ങളിൽ. പിന്നെ അസ്ഖലാൻ എന്ന് പറയുന്ന സ്ഥലത്ത് തല ഉണ്ട് എന്ന്. അപ്പോൾ ഒരാൾക്ക് ഇപ്പം എത്ര തലയുണ്ടാ? ഒരാൾക്ക് എത്ര തലയാ? ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് കൊല്ലപ്പെട്ടത് കർബലയിലാണ്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് കൊല്ലപ്പെട്ട നാട് ഇറാഖിലാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തല എവിടെയാണ്? സോറി, ഞാൻ തന്നെ കണ്ടതിൽ ഈജിപ്തിൽ ഞാൻ സന്ദർശിച്ചതായ പള്ളിയാണ് ഹുസൈൻ പള്ളി. അവിടെയുള്ള ഹുസൈൻ പള്ളിയിലുള്ളതായ ഈ നമ്മളെ നാട്ടിലൊക്കെ ഖബറിൻ്റെ പരിസരത്തിൽ ഈ ചൂലുമായി നിൽക്കുന്ന ആളുണ്ടല്ലോ, ചൂലുമായി നിൽക്കുന്ന ആൾ. അയാളുമായിട്ട് മണിക്കൂറുകൾ ഞാൻ ചർച്ച ചെയ്തിരുന്നു. വരുന്ന ആൾക്കാർക്കൊക്കെ ചൂല് കൊണ്ട് ആശീർവാദം നൽകുന്ന, അനുഗ്രഹിക്കുന്ന ആൾ. മനസ്സിലായില്ലേ?
അത് അവിടെ അറബിയാണ് കണ്ടതെങ്കിലും മൊയ്തീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഖബർ പരിസരത്തിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബഗ്ദാദിലേക്ക് എത്തിയപ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനിയുടെ ഖബർ സ്ഥലത്തിലേക്ക് ഞാൻ ചെന്നപ്പോൾ അവിടെ ഖബറിൻ്റെ പരിസരത്തിൽ ബാങ്ക് വിളിക്കുമ്പോൾ കൂട്ടത്തോടു കൂടി ഷിയാക്കളോ ആരാണെന്ന് അറിയില്ല നിൽക്കുന്നു. എന്നിട്ട് ബാങ്ക് വിളിക്കുമ്പോഴോ കൂട്ടത്തോടു കൂടി ഖബറിലേക്ക് സുജൂദ് ചെയ്യുന്നു. ആ കാഴ്ച കണ്ടു. അപ്പോൾ ആ ഖബർസ്ഥാനത്തിൻ്റെ മെയിൻ ഗേറ്റിൽ കാവൽ ഭടനായിട്ട് നിന്നതായിട്ട് ഞാൻ കണ്ടത് ഒരു മലയാളിയാണ്. ജനങ്ങൾക്ക് ചൂലുകൊണ്ട് തലയടിക്കാൻ ഒരു മലയാളിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ചെറുപ്പമാണ് ആ കാലം. എൻ്റെ അന്നത്തെ എനിക്കിപ്പോൾ 61ാമത്തെ വയസ്സാണ്. അന്ന് എനിക്ക് 21 വയസ്സാണ്. 40 കൊല്ലം മുമ്പാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് CH മുഹമ്മദ് കോയാൻ്റെ പ്രസംഗം ഓർമ്മ വന്ന്. അയാൾ പറയാറുണ്ട്, എന്ത് എവറസ്റ്റ് കൊടുമുടിയിലേക്ക് ചെന്നാലും അവിടെ കഫി കാഫി കാഫി എന്ന് പറയുന്ന ആളെ കാണുന്നു, മലയാളിയെ എന്നത് മാതിരിയിൽ മലയാളിയെ അവിടെയും ചൂലുമായി നിൽക്കുന്ന കണ്ടു. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തല അല്ലാഹു അലം എവിടെയെന്നറിയില്ല, ഏകദേശം അവരുടെ തല ഉണ്ടാവാൻ സാധ്യത ഡമസ്കസിലാണ്. കാരണം യസീദ് അന്ന് ഡമസ്കസിലാണ്. ഡമസ്കസിലേക്കായിരിക്കും അദ്ദേഹത്തിൻ്റെ തല കൊണ്ടുവന്നിരിക്കുക എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്.